വേളൂർ ചെന്നകേശവ ക്ഷേത്രം മനുഷ്യനിർമ്മിതിയുടെ അത്യുന്നത തലങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന ഒരു പൗരാണിക നിർമ്മിതിയാണ്. ശില്പങ്ങളും കൊത്തുപണികളും കൊണ്ട് സമ്പന്നമാണ് ഈ ക്ഷേത്രം. അതുമാത്രമല്ല, ശില്പങ്ങളിലെ ഡീറ്റെയിലിംഗ് അത് വളരെ മനോഹരമായി തന്നെ ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നു. എത്ര കണ്ടാലും മതി വരാത്ത അത്രയ്ക്കും മനോഹരമാണ് ഈ ക്ഷേത്രം. നിങ്ങൾ ചരിത്രാന്വേഷകനോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ തീർച്ചയായും ഈ ക്ഷേത്രം നിങ്ങൾ സന്ദർശിക്കണം. അത്രയ്ക്ക് മനോഹരവും അതുപോലെ തന്നെ ബൃഹത്തുമാണ് ഈ ക്ഷേത്രം. ആസലിൽ നിന്നും 30 കിലോമീറ്റർ അകലെ വേളൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വേളൂർ എന്ന നഗരത്തിന് പണ്ട് വേളാപുരം എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു. പണ്ട് ഈ വേളൂർ ഹൊയ്സാല സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. യാഗാച്ചി നദീതീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1114 ഹൊയ്സാല രാജവംശത്തിലെ വിഷ്ണുവർദ്ധനാണ് ഈ ബൃഹത്തായ ക്ഷേത്രം ഭഗവാൻ വിഷ്ണുവിന് വേണ്ടി പണികഴിപ്പിച്ചത്. ഈ ക്ഷേത്ര നിർമ്മാണത്തിന്റെ കഥയെ ചൊല്ലി പല കഥകളും പ്രചാരത്തിലുണ്ട്. അതിൽ 12ാം നൂറ്റാണ്ടിൽ തലക്കാട്ട് വെച്ച് നടന്ന യുദ്ധത്തിൽ ഹൊയ്സാല രാജാവ് ചോള രാജാവിനെ പരാജയപ്പെടുത്തിയതിന്റെ സ്മരണക്കായാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത് എന്നുമാണ് ഒരു വാദം. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവൃത്തി 103 വർഷമെടുത്തു. 1226 ഈ ക്ഷേത്രം പൂർത്തീകരിച്ചത്. ക്ഷേത്രത്തെ സംബന്ധിച്ച് 109 ലിഖിതങ്ങൾ ഈ ക്ഷേത്രത്തിനകത്തുണ്ട്. 10ാം നൂറ്റാണ്ടിൽ ഹൊയ്സാല രാജാക്കന്മാർ ജൈനമതം സ്വീകരിച്ചെങ്കിലും 11ാം നൂറ്റാണ്ടിൽ അവർ തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് തന്നെ മടങ്ങി വരികയും ആ മടക്കത്തിന്റെ സ്മരണക്കായാണ് ഹൊയ്സാല രാജാക്കന്മാർ ഈ ക്ഷേത്രം നിർമ്മിച്ചതുമെന്നും മറ്റൊരു വാദവും നിലനിൽക്കുന്നുണ്ട്. വിഷ്ണുവർദ്ധന്റെ കാലത്ത് വേലൂരിൽ നിന്ന് തലസ്ഥാനം ഹളബീഡുവിലേക്ക് മാറ്റിയിരുന്നു. അവിടെയും നമുക്ക് ഇതേപോലെയുള്ള കൊത്തുപണികളാൽ അലങ്കൃതമായ മറ്റൊരു ക്ഷേത്രവും കാണാൻ സാധിക്കും. എന്നാൽ 14ാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താനായ അലാവുദ്ദീൻ ഖിൽജിയുടെ സൈന്യാധിപനായ മാലിക് കാഫർ ഹൊയ്സാല സാമ്രാജ്യം ആക്രമിക്കുകയും ഹളബീഡു കൊള്ളയടിക്കുകയും ഈ ക്ഷേത്രങ്ങളൊക്കെയും ആക്രമിക്കുകയും ചെയ്തു. തുടർന്ന് 3 ദശകത്തോളം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഈ ക്ഷേത്രങ്ങൾ നേരിടേണ്ടി വന്നു. 1341 മധുരയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഹൊയ്സാല രാജാവായ വീരബല്ലാള മൂന്നാമൻ മരണമടയുകയും അതിനെ തുടർന്ന് ഹൊയ്സാല സാമ്രാജ്യം തകരുകയും ചെയ്തു. പിന്നീട് ഈ പ്രദേശങ്ങളൊക്കെയും വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറി. ചെന്നകേശവ ക്ഷേത്രം സവിശേഷമായ നിർമ്മാണ രീതി കൊണ്ട് ശ്രദ്ധേയമാണ്. ഈ ക്ഷേത്രത്തിന്റെ അടിത്തറ നക്ഷത്ര ആകൃതിയിലാണ്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് സോപ്പ് സ്റ്റോണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സ്റ്റോണിന്റെ പ്രത്യേകത ക്വാറിയിൽ നിന്നെടുക്കുമ്പോൾ വളരെ മൃദുവായിരിക്കും. അതുകൊണ്ട് തന്നെ കൊത്തുപണികൾ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. എന്നാൽ അന്തരീക്ഷവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ഈ സ്റ്റോൺ കട്ടിയായി മാറും. 20 കിലോമീറ്റർ അകലെയുള്ള ടിങ്കൂരിൽ നിന്നാണ് ഈ കല്ലുകൾ ഈ ക്ഷേത്ര നിർമ്മാണത്തിനായി കൊണ്ടുവന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിന്റെ മുകളിലായി ഒരു വിമാനം ഉണ്ടായിരുന്നു. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച വിമാനം ചെമ്പ്, സ്വർണം എന്നീ തകടുകൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു. എന്നാൽ വിമാനം ഇടയ്ക്കിടെ തകരുന്നത് കൊണ്ട് 1879 ഈ വിമാനം നീക്കം ചെയ്തു. ഈ ക്ഷേത്രത്തിന് 3 കവാടങ്ങളുണ്ട്. വടക്ക്, കിഴക്ക്, തെക്ക് എന്നിങ്ങനെയാണ് അവ. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത്രയധികം കരിങ്കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ക്ഷേത്രം സിമന്റോ മറ്റു പശകളോ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടില്ല. കല്ലുകൾ തമ്മിൽ ഇന്റർലോക്കിംഗ് ചെയ്യുന്ന രീതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയധികം കൊത്തുപണികളുള്ള ഈ കരിങ്കല്ലുകൾ ഇത്തരത്തിൽ ഇന്റർലോക്ക് ചെയ്ത് നിർമ്മിക്കണമെങ്കിൽ എത്ര സൂക്ഷ്മതയുടെയും കൃത്യതയുടെയുമായിരിക്കും അവർ അവരുടെ ജോലി ചെയ്തിട്ടുണ്ടാവുക. അതും ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരാത്ത ആ കാലഘട്ടത്തിൽ. നക്ഷത്ര ആകൃതിയിലുള്ള ഈ ക്ഷേത്രത്തിന് 32 വശങ്ങളുണ്ട്. അതുകൂടാതെ വ്യത്യസ്തങ്ങളായ 48 തൂണുകൾ ഈ ക്ഷേത്രത്തിനുണ്ട്. അതുകൂടാതെ ഹിന്ദു പുരാണങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കഥകളും ഇവിടെ ശില്പരൂപങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും. വിഷ്ണുവർദ്ധന്റെ പ്രധാന രാജ്ഞിയായ ശാന്താറ നല്ല നർത്തകിയും പാട്ടുകാരിയുമായിരുന്നു. അവരുടെ ശില്പം വേളൂർ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ ഒട്ടനവധി സുന്ദരികളായ സ്ത്രീകളുടെ രൂപവും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സ്ത്രീകളോട് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ബഹുമാനാർത്ഥമായിരിക്കാം ഇത്തരത്തിലുള്ള ശില്പരൂപങ്ങൾ ഇവിടെ വന്നതിന് പിന്നിലുള്ള കഥ. അതുകൂടാതെ മറ്റൊരു വലിയൊരു കാര്യമാണ് 903 വർഷമായി മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും നിത്യപൂജ നടക്കുന്ന ക്ഷേത്രം കൂടിയാണ് ഈ ചെന്നകേശവ ക്ഷേത്രം. ക്ഷേത്രത്തിനകത്തുള്ള നരസിംഹ പില്ലറിന് അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങാൻ സാധിക്കും. അതുകൂടാതെ ക്ഷേത്രത്തിലെ മറ്റൊരു അത്ഭുത കാഴ്ചയാണ് ദീപസ്തംഭം, അതായത് ഗ്രാവിറ്റി പില്ലർ. 42 അടി നീളമുള്ള ഏകശിലയിൽ കൊത്തിയെടുത്ത ഈ പില്ലർ തറയിൽ സ്പർശിക്കാതെയാണ് നിൽക്കുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ ഈ പില്ലറിന്റെ 4 ഭാഗവും തറയിൽ സ്പർശിക്കാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പില്ലറിന്റെ ഭാരം നടുഭാഗത്ത് കേന്ദ്രീകരിച്ചത് കൊണ്ടാണ് പില്ലറിന്റെ അടിഭാഗം കാണുമ്പോൾ പില്ലർ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നത്. 1000 വർഷത്തിലധികമായി ഈ പില്ലർ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ചെന്നകേശവ എന്നാൽ സുന്ദരനായ കേശവൻ എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഈ ക്ഷേത്രത്തിനകത്ത് നമുക്ക് നിഴലുകൾ കാണാൻ സാധിക്കില്ല എന്നത്. അത്രയ്ക്കും കൃത്യമായ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനോടുകൂടിയാണ് ഈ ക്ഷേത്രം അവർ പണികഴിപ്പിച്ചത്. അതുകൂടാതെ ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് പ്രധാന പ്രതിഷ്ഠയുടെ മുഖഭാവം ഓരോ ദിക്കിൽ നിന്ന് നോക്കുമ്പോൾ വ്യത്യസ്ത ഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.
അങ്ങനെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അത്ഭുതങ്ങളും അതുപോലെ തന്നെ ഐതിഹ്യങ്ങളും എത്ര പറഞ്ഞാലും മതി വരില്ല. നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ ഈ ക്ഷേത്രം നിങ്ങൾ ഒരിക്കലെങ്കിലും സന്ദർശിക്കണം. അവിടെയുള്ള കുത്തുപണികൾ കാണണം. ഓരോ ഭിത്തിയിലെ ഓരോ കല്ലിനും നമ്മോട് കഥകൾ പറയാനുണ്ട്. അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഇവിടുത്തെ ശില്പങ്ങളും ആ ശില്പങ്ങൾ നമ്മോട് പറയുന്ന കഥകളും. എന്ന് തന്നെയായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി.